നമസ്കാരം. ഇന്നു മുതൽ ചിലർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ചു ദിവസത്തേക്ക് സംഖ്യയാണ്. എം.ആർ. അജിത് കുമാർ വിഷയത്തിൽ പി.വി. അൻവർ ഉയർത്തിയ കാര്യങ്ങൾ അത് അതേപടി ചെയ്യാത്തത് കൊണ്ട് സംഘി വിജയൻ എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. ഇന്നലെ വരെ സംഘികൾക്ക് പിണറായി വിജയൻ സുഡാപ്പിയായിരുന്നു. സുഡാപ്പികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ സുഡാപ്പികളുടെ ആരോപണങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹം പല ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന വ്യക്തിയായിട്ടാണ് ചാപ്പ കുത്തപ്പെട്ടത്. അതായത് ഒരു വ്യക്തി ഈ നാട്ടിൽ ശരിയായ രീതിയിൽ സഞ്ചരിച്ചാൽ എങ്ങനെയാണ് അദ്ദേഹം സംഘിയാകുന്നത്, എങ്ങനെയാണ് സുഡാപ്പിയാകുന്നത് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. പി.വി. അൻവർ ഉയർത്തിയ വിഷയത്തിൽ പിണറായി വിജയൻ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. സ്വാഭാവികമായിട്ട് യുക്തിസഹമായി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് അതൊന്ന് ആലോചിച്ചാൽ മതി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുമധ്യത്തിലാണ് അദ്ദേഹം ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത്. അതിനുശേഷമാണ് പരാതി കൊടുക്കുന്നത്. എന്നിട്ടും ഒരു ADGP-ക്കെതിരെയും ഒപ്പം ഒരു SP-ക്കെതിരെയുമാണ് ആരോപണം ഉന്നയിച്ചത്. ആ രണ്ട് വിഷയത്തിൽ പിണറായി എന്ത് ചെയ്തു? ADGP-ക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ പോലീസ് അസോസിയേഷന്റെ ഹാളിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ പരസ്യമായി അന്വേഷണം പ്രഖ്യാപിച്ചു. ഒരു MLA എന്നുള്ള നിലയ്ക്ക് പി.വി. അൻവർ ഉന്നയിച്ച കാര്യത്തെ ഗൗരവതരമായി എടുക്കാത്തതുകൊണ്ടാണ്. അന്ന് നേരിട്ട് പരാതി കൊടുത്തിട്ടില്ല. കൊടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ആ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ഒരു ജില്ലയിലെ മുഴുവൻ ഡിവൈഎസ്പിമാരെയും ഒപ്പം ജില്ലാ പോലീസ് മേധാവിയെയും ഒറ്റ രാത്രി കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പി.വി. അൻവറിന്റെ ആരോപണം ഗൗരവത്തിൽ എടുക്കാത്തതുകൊണ്ടാണ്. എം.ആർ. അജിത് കുമാറിനെതിരെ DGP തലത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന്റെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന്റെ പ്രൈമറി എൻക്വയറി നടക്കുകയാണ്. ഇതല്ലേ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത്? അതാണോ ഹീറോയിസം ആണോ കാട്ടേണ്ടത്? സുരേഷ് ഗോപി സ്റ്റൈലില് അല്ലെങ്കിൽ ഭരചന്ദ്ര സ്റ്റൈലില് അതിനെന്തായാലും തൽക്കാലം പിണറായി വിജയന് കിട്ടില്ല. പക്ഷേ പി.വി. അൻവറിനെ എല്ലാ കാലത്തും പിണറായി വിജയൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. മുമ്പ് അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങൾ വരുമ്പോൾ ഈ നവകേരള സദസ്സ് കടന്നു പോകുന്ന സന്ദർഭത്തിൽ നിലമ്പൂരിൽ വെച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് വാർത്താ സമ്മേളനം നടത്തി പി.വി. അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴും നിങ്ങൾക്ക് പി.വി. അൻവറിനോട് വല്ലാത്ത കെറുവിപ്പുണ്ടായിരിക്കാം, അതിൽ എന്നെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് പിണറായി മറുപടി പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് എല്ലാ കാലത്തും പി.വി. അൻവർ പറയുന്ന കാര്യങ്ങളെ വലിയ ഗൗരവതരമായ തലത്തിലാണ് അദ്ദേഹം കേട്ടിരുന്നതും അതിനെ സ്വീകരിച്ചിരുന്നതും. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ADGP-യെ പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് ആളെ മാറ്റുന്ന കാര്യത്തിൽ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ അദ്ദേഹം കാര്യം പറഞ്ഞതിന് ശേഷവും മുഖ്യമന്ത്രി നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പി.വി. അൻവർ ചെല്ലാത്തൊരു സാഹചര്യം. അതുകൊണ്ട് ഇപ്പോ അൻവറിനെ എങ്ങനെയും ഇകഴ്ത്താൻ, അൻവർ ഉന്നയിച്ച കാര്യങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ്സുകാരെല്ലാം ഇവിടെ വലിയ പ്രതിഷേധ സമരം. ഇത്രയും കാലം അൻവർ കൊള്ളക്കാരനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, മോശക്കാരനായിരുന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നവർ അൻവറിന്റെ ആരോപണം ഏറ്റെടുത്താണ് തെരുവിൽ വലിയ ഷോയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതും പിണറായി വിജയനെതിരെ വലിയ ഡയലോഗുകൾ, ഗീർവാണങ്ങൾ എല്ലാം മാധ്യമങ്ങളിലൂടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം റദ്ദാക്കിക്കൊണ്ട് അവർ കരുതിയിരുന്നതിനപ്പുറം, അതായത് പി.വി. അൻവറിനെ രംഗത്തിറക്കിയത് പിണറായി വിജയനാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പോലും പുറത്തു വന്നു. അതായത് പി.വി. അൻവറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ വളർന്നു വരുന്ന പുതിയ ഗ്രൂപ്പിനെ വെട്ടിനിരത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്, പി ശശിയെ വെട്ടിനിരത്താൻ വേണ്ടിയുള്ള ശ്രമമാണെന്നുള്ള കഥകളൊക്കെ ഓടി അതൊന്നും നടക്കാതെ വന്ന് ഇപ്പോ ADGP-യെ പുറത്താക്കും എന്നുള്ള പ്രചരണം. അതായത് മാധ്യമങ്ങൾ ഈ നാട്ടിൽ സൃഷ്ടിക്കുന്ന കഥകൾക്കനുസരിച്ച് സഞ്ചരിക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ട്, കുറേയേറെ നേതാക്കന്മാരുണ്ട്. അതിൽ തുലവും തുച്ഛവുമാണ് മാറി നടക്കുന്നത്. അതായത് കാര്യങ്ങളെ സ്വന്തം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന പ്രവണത, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അല്ലാതെ മാധ്യമങ്ങൾ പറഞ്ഞു എന്റെ ഇമേജിനെ അത് ബാധിക്കുമോ, ഇവർ എനിക്കെതിരെ ഇനി സംഘപരിവാർ പട്ടം ചാർത്തും, എന്നെ സുഡാപ്പിയാക്കും, എന്നെ ചാപ്പകുത്തും, ഈ രീതിയിലുള്ള ഭയപ്പാടില്ലാതെ താൻ ഇരിക്കുന്ന കസേരയിൽ അതിരുന്നു കൊണ്ട് എന്താണ് ഉത്തരവാദിത്വപൂർണമായി ചെയ്യേണ്ട കാര്യം, ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ ആരോപണം വരികയാണ്. ആ ആരോപണം വരുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ചെയ്യേണ്ടത് അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചായിരിക്കണം ആ സീറ്റിൽ നിന്ന് മാറ്റേണ്ടത്. അല്ലാതെ ആരോപണം ഉയർന്ന ഉടനെ ഹീറോയിസ്റ്റിക് പരിവേഷത്തിൽ മാറ്റുന്നത് പിന്നീട് ഉണ്ടാക്കുന്ന തിരിച്ചടികൾ വലുതായിരിക്കും. ADGP എം.ആർ. അജിത് കുമാറിനെ ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു ആരോപണം വന്നാൽ രണ്ടു പക്ഷവും കേൾക്കണം. അതിപ്പോ ഏത് വ്യക്തിയായിരുന്നാലും ശരി, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയുള്ള അന്വേഷണങ്ങൾ വെച്ചിരിക്കുന്നത്. DGP-യെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നെഗറ്റീവ് റിപ്പോർട്ടോ കേസോ രജിസ്റ്റർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ സീറ്റിൽ ഉണ്ടാകില്ല എന്ന് ശക്തമായി പറയുകയാണ്. ഇവിടെയാണ്
അൻവറിനെ കോൺഗ്രസ്സുകാരനാക്കി മാറ്റിയത്രേ. അൻവർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന ആളാണ്. സ്വന്തം വാപ്പയുടെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തെക്കുറിച്ചും സ്വന്തം തറവാട്ടിൽ ജവഹർലാൽ നെഹ്റു വന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത്. ആ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് പിണറായി വിജയൻ അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അതായത് കമ്മ്യൂണിസ്റ്റിന്റെ പാർട്ടിക്കകത്ത് നടക്കാത്ത ഒരു രീതിയാണ് പരസ്യമായിട്ട് മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ പറയുക, നടപ്പാക്കുക എന്ന് പറയുന്നത്. കോൺഗ്രസിനകത്തും സംഘപരിവാർ ഗ്രൂപ്പുകൾക്കകത്തും നടക്കും, പക്ഷേ ഇടതുപക്ഷത്തിനകത്ത് നടക്കില്ല. അതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഒരു വാചകം പറഞ്ഞത്. കോൺഗ്രസ്സുകാരനായിട്ടല്ലേ അൻവർ വന്നത്, അതുകൊണ്ട് ഇതിനകത്തുള്ള ചിട്ടാവട്ടങ്ങളെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞതിനെയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ ഇടിച്ചു താഴ്ത്തി എന്ന രീതിയിലൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് PV അൻവറിനെ വല്ലാതെ ചൊടിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ തെറി വിളിപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഈ സംഘപരിവാർ, കോൺഗ്രസ്, ഒപ്പം ജമാഅത്ത് ഇസ്ലാമി അനുകൂല ചാനലുകളെല്ലാം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ എന്ന വ്യക്തി വീണ്ടും ഒരു മാതൃക കാട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെ തന്നെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. മെറിറ്റുകൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സർക്കാർ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം വന്നാൽ എന്ത് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് ശരിയായ വശത്തുകൂടി പോയാൽ അത് എല്ലാ കാലത്തും ശരിയായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. ആ ശരിയായ രീതിയിൽ ഇടപെടുമ്പോൾ ഒരു വിഭാഗക്കാർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോ പലസ്തീൻ വിഷയം വരുമ്പോൾ പിണറായി വിജയൻ മഹാനാണ്, ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന വ്യക്തിയാണെന്ന് സംഘപരിവാറുകാർ പറയുകയും അന്ന് പിണറായി വിജയന് വേണ്ടി ഈ സൈഡിലുള്ളവർ കൈയടിക്കുകയും, എന്നാൽ ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യത്തിന്റെ ശരിയായ പക്ഷത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഇപ്പുറത്തുള്ളവർ അദ്ദേഹത്തെ കൈയടിക്കുകയും ഈ സൈഡിലുള്ളവർ അദ്ദേഹത്തെ സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോ എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ആക്ഷേപം മസ്റ്റാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തി ഇപ്പോൾ സംഘിയായിട്ടുണ്ടെങ്കിലും, പിണറായി വിജയൻ എന്ന വ്യക്തി ഇന്നലെ സുഡാപ്പി ആയിട്ടുണ്ടെങ്കിലും, അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, പക്കയാണ്. വെയിറ്റ് ആൻഡ് സീ എന്താണ് അദ്ദേഹം അതിൽ അവസാനമായി എടുക്കുന്ന തീരുമാനം എന്ന് കാണണ്ടേ. റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് പുറത്തേക്ക് വരട്ടെ, ആർക്കെങ്കിലും അനുകൂലമായിട്ട് ചെയ്തിട്ടുണ്ടോ. അതല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉടനടി മാറ്റണമെന്നുള്ള ഹീറോയിസിക് പരിവേഷം എടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. അതിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു വാചകം വളരെ പ്രസക്തമാക്കുന്നത്. ആരുമായിക്കോട്ടെ, ആരോപണത്തിന്റെ പേരിൽ ഒരു മനുഷ്യർക്കെതിരെ നടപടിയെടുക്കില്ല. അത് കൃത്യമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. അത് തന്നെയാണ് ഏതൊരു വ്യക്തിയോടും ചെയ്യേണ്ട നീതി. ഒരു ആക്ഷേപത്തിന്റെ പുറത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ നടപടിയെടുത്താൽ നാളെ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ആരാണ് പിന്നീട് അതിന് വിമർശനം നേരിടേണ്ടി വരുന്നത്? ഈ കൈയടിക്കുന്നവർ ഒന്നും കാണത്തില്ല. അന്ന് കല്ലെറിഞ്ഞവരായിരിക്കും എന്ത് ചെയ്യുന്നത്? കൈയടിക്കുന്നത്. ഇന്നിപ്പോ കല്ലെറിയുന്നവർ എന്ത് ചെയ്യും? നാളെ കൈയടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് തന്നെയാണ് പിണറായി വിജയൻ സ്വല്പം വൈകിയാലും കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കട്ടെ എന്ന നിലയ്ക്ക് പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് ശരിയായിട്ടുള്ള നിലപാടെന്ന് പറയേണ്ടി വരികയാണ്.